വളരെ തുച്ഛമായ വരുമാനത്തിൽ ജീവിതം മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ. പക്ഷെ അവരുടെ ആ ഒരു തുച്ഛ വരുമാനം പോലും കൃത്യമായിട്ട് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിസന്ധി എന്താണെന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുച്ഛ വരുമാനക്കാരായ നെയ്ത്തു തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന കുറഞ്ഞ വേതനം നിലച്ചിട്ട് 1 വർഷത്തിലധികമാവുകയാണ്. ഇതോടെ ഖാദി മേഖലയെ മാത്രം ആശ്രയിച്ച് കുടുംബം പുലർത്തുന്ന 13,000-ലധികം തൊഴിലാളികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് കാരണം ഓണക്കാലത്തേക്കുള്ള തുണി നെയ്യാനും കഴിയുന്നില്ല. പരുത്തിയിൽ നിന്ന് ഒരു ദിവസം ഒരു തൊഴിലാളി 24 കഴി നൂലാണ് സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഖാദി സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി മൂലം 10 കഴി നൂല് മാത്രം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളെ തൊഴിലാളിക്ക് വർഷങ്ങളായി ലഭിക്കാറുള്ളൂ. ഒരു കഴി നൂലിന് 14 രൂപയാണ് കൂലി. അതിൽ 10 രൂപ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനവും 4 രൂപ കുറഞ്ഞ വേതനമെന്ന പേരിൽ സർക്കാരുമാണ് നൽകുക. ഇതിൽ സർക്കാർ നൽകേണ്ട തുകയാണ് മുടങ്ങിക്കിടക്കുന്നത്. സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തൊഴിലാളികൾക്ക് 16 മാസത്തെയും ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് 13 മാസത്തെയും വേതനമാണ് കിട്ടാനുള്ളത്. ഈ 5,000-4,000 ഉറുപ്പ്യ കൊണ്ട് മാസത്തിൽ ഒന്നും ആവുന്നില്ല. ഇപ്പം ബസ്സിന് പൈസ 13 ഉറുപ്പ്യ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അപ്പം അങ്ങനെ 26. പിന്നെ മക്കളെ ട്യൂഷൻ ഫീസും അത് പുസ്തകമൊക്കെ വാങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലുള്ള ആൾക്കാർക്ക് പണിയില്ല. അങ്ങനെ ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്നൊന്ന് കിട്ടിയാൽ അത്രയും നന്ന്. ആശ്രയം ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിത് ഇന്ന് വരും നാളെ വരും എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആളോട് കടവും വാങ്ങിക്കുന്നു. എന്നുവെച്ചാൽ അത് കിട്ടിയല്ലോ, ആ ഒരു നനവുകൊണ്ട്. അപ്പോൾ ഓരോട് ഞങ്ങൾക്ക് പറയാൻ വാക്കില്ല അത് കിട്ടാത്തതിനെ കൊണ്ട്. ഓണക്കാല വിൽപ്പനയ്ക്ക് ആവശ്യമായ തുണി ഉൽപ്പാദിപ്പിക്കേണ്ട സമയമാണിത്. എന്നാൽ കുറഞ്ഞ വേതനവും വലിയ കുടിശ്ശികയും ഉള്ളതിനാൽ തൊഴിലാളികൾക്ക് കൃത്യമായി ജോലി നൽകാനും കഴിയുന്നില്ല. മുറുക്കിയെടുത്താണ് സംസ്ഥാനത്തെ 13,000-ലധികം വരുന്ന ഖാദി തൊഴിലാളികൾ തുണികൾ നെയ്തെടുക്കുന്നത്. സർക്കാർ ധനസഹായം ഇനിയും ഇവർക്ക് കിട്ടിയില്ല എങ്കിൽ തറികളിൽ നിന്നുള്ള ഈ താളം എന്നേക്കുമായി നിലയ്ക്കും. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.